കൃഷിവകുപ്പിന്റെ ഓണസമൃദ്ധി 2026 പദ്ധതിയുടെ ഭാഗമായി അയലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കയറാടിയിൽ കർഷക ചന്ത ആരംഭിച്ചു. കർഷകർക്കും ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിലാണ് ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത്. വിപണി വിലയിൽ നിന്നും 10% അധിക വില കർഷകന് നൽകി സാധനങ്ങൾ വാങ്ങുകയും 30% വില കുറച്ച് പൊതുജനങ്ങൾക്ക് വിൽക്കുകയും ചെയ്യുകയാണ് കർഷക ചന്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർഷക ചന്തയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം KG എൽദോ നിർവഹിച്ചു. ഒരു മലയാള തനിമയോടുകൂടി ഒരു സദ്യ അത് കഴിക്കുന്നതാണ് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരുമയുടെ ഭാഗമെന്ന് പറയുന്നത്. അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ആളുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ നടത്തുമ്പോൾ വിപണിയിൽ അതിൻ്റെ വില വർദ്ധിച്ചു നിൽക്കുന്ന സാഹചര്യം എല്ലാ കാലത്തും കാണാൻ കഴിയുന്നതാണ്. അതിലൊരു ഇടപെടൽ നടത്തുക എന്ന സർക്കാരിൻ്റെ ലക്ഷ്യമാണ് ഇവിടെ കൃഷിവകുപ്പിലൂടെ കേരളത്തിലെ എല്ലാ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ ഓണച്ചന്ത തുടങ്ങുകയാണ്. ഇന്നു മുതൽ വരുന്ന ദിവസങ്ങളിലൊക്കെ ഓണച്ചന്ത എല്ലാ ഗ്രാമപഞ്ചായത്തിലും കൃഷിവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ചന്തകൾ നടക്കുന്നൊരു സാഹചര്യമാണ്. അതിൽ വലിയ വ്യത്യാസത്തിലാണ് കർഷകരുടെ ഉൽപ്പന്നം അത് 10% വില അധികം കൂട്ടി എടുക്കുകയും അത് 10% കുറച്ച് ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ മാർക്കറ്റ് ഇൻ്റർവെൻഷനാണ് ഇത് സ്വാഭാവികമായിട്ടും സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആ നിലവാരത്തിലുള്ള ഇടപെടലുകളാണ് ഇന്ന് കേരളത്തിൽ നടന്നു വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ആഴ്ചകളായി സപ്ലൈകോ ഏറ്റവും നന്നായിട്ട് വിപണിയിൽ ഇടപെട്ടതുകൊണ്ടാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ രൂപത്തിൽ 200 കോടി രൂപയിലധികം ഇന്നലെ വരെയുള്ള വിറ്റുവരവ് സപ്ലൈകോക്ക് ചരിത്രത്തിലാദ്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. അയലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SM ഷാജഹാൻ, കൃഷി ഓഫീസർ K. മാനസ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ S. വിഘ്നേഷ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ K. സുകുമാരൻ, V. വിനേഷ്, ജോബി ബിജു, KN മോഹനൻ, പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. ഓഗസ്റ്റ് 25 വരെയാണ് കർഷക ചന്ത. UTV ന്യൂസ്, പാലക്കാട്.